Hi everyone, welcome back to SS Classroom. Today we are going to discuss English Standard 7, Unit 4 Rhythms of Life. Here is a solved activities. We have already discussed the poem Somebody's Mother. ഈ വീഡിയോയിലൂടെ സംബഡീസ് മദർ എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. Let's go to the activity. Answer the following questions. First question is, what was the woman's condition? എന്തായിരുന്നു ആ സ്ത്രീയുടെ സ്ഥിതി? Pick out the words in support your answer. നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ പോയത്തിൽ നിന്ന് തന്നെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. The woman was poor, old and weak. പോയത്തിൻ്റെ ആദ്യത്തെ 2 ലൈൻ ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. What did she want to do? Why did she find it difficult? എന്താണ് അവൾക്ക് ആവശ്യമായിരുന്നത്? എന്തുകൊണ്ടാണ് അവൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയത്? She wanted to cross the road. She found it difficult because the road was wet. അവൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായിരുന്നു ആഗ്രഹം, പക്ഷേ റോഡ് വെറ്റായി കിടക്കുന്നത് കൊണ്ട് അവൾക്ക് ക്രോസ് ചെയ്യാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. How did the passers by behave? എങ്ങനെയാണ് അതിലെ കടന്നുപോയവർ പെരുമാറിയത്? Why were the boys merry? എന്തുകൊണ്ടാണ് കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഓടി വന്നത്? The passers by didn't mind her. കടന്നുപോയവരാരും അവളെ മൈൻഡ് ചെയ്തില്ല. The boys were merry. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. Because the school had been let out. സ്കൂൾ വിട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. Next one. Why was the old woman afraid to cross the street? എന്തുകൊണ്ടാണ് ആ സ്ത്രീ സ്ട്രീറ്റിൽ ക്രോസ് ചെയ്യാനായിട്ട് ഭയപ്പെട്ടു നിന്നത് എന്തുകൊണ്ടാണ്? The old woman was afraid to cross the street because she feared the sounds of carriage wheels and crowd her down in the slippery street. ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാനായിട്ട് ആ സ്ത്രീക്ക് വളരെയധികം ഭയമുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? അതിലൂടെ കടന്നു പോകുന്ന പാഞ്ഞു പോകുന്ന വാഹനങ്ങളെയും അതുപോലെ തന്നെ ആ സ്ട്രീറ്റ് വളരെ സ്ലിപ്പറി ആയിട്ടാണ്, തെന്നിക്കിടക്കുന്ന ഒരു സ്ട്രീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ളൊരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നത്. വാട്ട് ഡിഡ് ദ ബോയ് ഡു ടു ഹെൽപ്പ് ഹെർ? എന്ത് സഹായമാണ് ആ സ്ത്രീക്ക് അവൻ ചെയ്തു കൊടുത്തത്? ദ ബോയ് ഹെൽപ്ഡ് ഹെർ ടു ക്രോസ് ദ റോഡ് വിത്തൗട്ട് എനി ഹർട്ട്. ഒരു പ്രശ്നവും കൂടാതെ ആ റോഡ് ക്രോസ് ചെയ്യാനാണ് ആ സ്ത്രീയെ ആ കുട്ടി സഹായിച്ചത്. വാട്ട് വാസ് ദ ബോയ് പ്രൗഡ് ഓഫ്? വൈ? എന്തായിരുന്നു അവൻ അഭിമാനം കൊണ്ടത്? എന്തുകൊണ്ട്? ഹി വാസ് പ്രൗഡ് ബൈ ഹിംസെൽഫ് ബിക്കോസ് ഹി കുഡ് ഹെൽപ്പ് ദ വുമൺ ടു ക്രോസ് ദി സ്ട്രീറ്റ്. ആ വൃദ്ധയായ സ്ത്രീയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചതിനാലാണ് അവൻ സ്വന്തം അഭിമാനം കൊണ്ടത്. ഹൗ ഡിഡ് ഹി എക്സ്പ്ലെയിൻ ഹിസ് ഡീഡ്? എങ്ങനെയാണ് അവൻ ചെയ്ത കാര്യം അവൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ഹി തിങ്സ് ദാറ്റ് സംബഡി വിൽ ഹെൽപ്പ് ഹിസ് മദർ വെൻ ഷീ ഈസ് ഓൾഡ്. അവൻ ചിന്തിച്ചു, ആരെങ്കിലും എൻ്റെ അമ്മയ്ക്ക് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ എൻ്റെ അമ്മയെ ആരെങ്കിലും ഇതുപോലെ സഹായിക്കും. വാട്ട് ഡിഡ് ദ ഓൾഡ് വുമൺ പ്രേ ദാറ്റ് നൈറ്റ്? അന്നേ ദിവസം രാത്രി ആ വൃദ്ധയായ സ്ത്രീ എന്ത് ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്? The old woman prayed that night, God to be kind to the boy. അന്ന് രാത്രി വൃദ്ധയായ സ്ത്രീ പ്രാർത്ഥിച്ചത് ആ കുട്ടിയെ, അതായത് അവളെ സഹായിച്ച ആ കുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ എല്ലാ കൃപയും അവന് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് read the poem once again and answer the following questions. First one, identify the poem, the lines or expressions that suggest the following. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഫസ്റ്റ് എക്സ്പ്രഷൻ, ദ വുമൺ വാസ് വെരി വീക്ക്. ആ വൃദ്ധയായ സ്ത്രീ വളരെ വീക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ വുമൻസ് ഫീറ്റ് വെയർ ഏജ്ഡ് ആൻഡ് സ്ലോ. ഈ ഒരു ലൈനാണ് ഈ ഒരു എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ താഴേക്കുള്ള എക്സ്പ്രഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന് ചുവന്ന മഷിയിൽ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പീപ്പിൾ. ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചാണ് അടുത്ത ലൈൻ ചോദിച്ചിരിക്കുന്നത്. നോർ ഹീഡഡ് ദ ഗ്ലാൻസ് ഓഫ് ഹെർ ആൻഷ്യസ്
ഐ. ദ ബോയ് ആസ് എ കോൺട്രാസ്റ്റ് ടു ദ അതർ ബോയ്സ്. മറ്റുള്ള കുട്ടികളിൽ നിന്നും ആൺകുട്ടി ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കുന്ന വരി. ഹി പോസ്ഡ് ബിസൈഡ് ഹെർ ആൻഡ് വിസ്പേർഡ് ലോ, ഐ വിൽ ഹെൽപ്പ് യു എക്രോസ് ഇഫ് യു വിഷ് ടു ഗോ. ഈ 2 ലൈനാണ് അവിടെ എഴുതേണ്ടത്. ദ നോബിൾ ക്യാരക്ടർ ഓഫ് ദി ബോയ്. ആ കുട്ടിയുടെ നല്ല ഒരു ക്യാരക്ടർ, സ്വഭാവം. ഹി ഗൈഡഡ് ഹെർ ട്രംബ്ലിംഗ് ഫീറ്റ് എലോങ്. അവളുടെ ആ വിറയ്ക്കുന്ന കാലുകൾ മുന്നോട്ട് നയിച്ചു. ബോയ്സ് കൺസേൺ ഫോർ ഹിസ് ഓൺ മദർ. അവൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള അവൻ്റെ ധാരണ. ആൻഡ് ഐ ഹോപ്പ് എന്ന് തുടങ്ങുന്ന ലൈൻ മുതൽ ബോയ് ഈസ് ഫാർ അവേ എന്നുവരെയുള്ള വരികളാണ് അതിൻ്റെ ഉത്തരം. ദ ഓൾഡ് വുമൻസ് ലവ് ഫോർ ദ ബോയ്. ആ കുട്ടിയോടുള്ള ആ സ്ത്രീയുടെ സ്നേഹം. ഗോഡ് ബി കൈൻഡ് ടു ദ നോബിൾ ബോയ്. ആ കുട്ടിക്കായിട്ട് ആ വൃദ്ധ പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ലൈൻ നോർ ഓഫേർഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഹെർ. ഇവിടെ നമുക്കൊരു പ്രത്യേകത കാണാനായിട്ട് സാധിക്കും. ഈ ഒറ്റ ലൈനിൽ തന്നെ എച്ച് എന്ന സൗണ്ട് ആവർത്തിച്ച് വന്നിരിക്കുന്നു. The sound of the letter H is repeated in the words helping, hand and her. This kind of repetition of consonantal sounds is called alliteration. ഈ അലിട്രേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റിൽ വോളിയം 1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അലിട്രേഷൻ ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് കൺസോണൻ്റൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ കൺസോണൻ്റ് സൗണ്ട് ആവർത്തിച്ചു വരുന്നു. ഇതാണ് അലിട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ അലിട്രേഷൻസ് ഫ്രം ദി പോയം സംബഡീസ് മദർ. എക്സാമ്പിൾ, വിമൻ വാസ്. ദ W is the consonant sound, it is repeated. Slippery street. So meek, so timid, afraid to steer. Then ഇവിടെ എസ് എന്ന കൺസോണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. തേർഡ് ആക്ടിവിറ്റി, look at the last words in line 1 and line 2. They sound alike. They are rhyming words. Find out the other rhyming pairs of words in the poem. Here is a list of rhyming words. ഒന്നാമത്തെ ലൈൻ്റെയും രണ്ടാമത്തെ ലൈൻ്റെയും അവസാനം ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന ചില വാക്കുകളാണ്. ഇവയെ റൈമിംഗ് വേർഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് റൈമിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. സി, ബി, ലോസ്, ഷൂസ്, ആൻഡ്സ്, പാൻസ്, സ്പ്രെഡ്, ബ്രെഡ്, ടൈറ്റ്, ബൈറ്റ്, ബോസ്, ടോസ്, ഡേ, പ്രേ, ഡോർ, സ്നോർ, ലെയിൻ, ഗെയിൻ, വിഷ്, ഫിഷ്, ബിഗ്, ജിഗ്, കാറ്റ്സ്, റാറ്റ്സ്, ഫയർ, വയർ, സ്ലീപ്പ്, കീപ്, പ്ലേസ്, ഫേസ്, നയൻ, ഫൈൻ, മെയിൽ, പെയിൽ, ക്രാബ്, ഗ്രാബ്, ഫൗണ്ട്, റൗണ്ട്, വേ, ഹേ, ഹേർട്ട്, സ്മാർട്ട്, ബ്ലൂ, ട്രൂ, ഡെഡ്, ബെഡ്, ടൈസ്, റൈസ്, ഫ്യൂ, മ്യൂ. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന റൈമിംഗ് വേർഡ്സ്. ഇനി നിങ്ങൾ ഇതിൽ നിന്നും ഉള്ള റൈമിംഗ് വേർഡ്സ് വച്ചിട്ട് 2 വരി കവിത അല്ലെങ്കിൽ 2 വരികൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 4 days I keep a true wish that I should learn to catch fish. ഇപ്പോൾ വിഷ്, ഫിഷ് എന്ന റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് 2 ലൈൻ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവിടെ. അതുപോലെ 2 റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു 2 ലൈൻ നിർമ്മിക്കാം. ഇമാജിൻ എ ബി ആസ് ബിഗ് ആസ് എ ട്രീ. ഇവിടെ ബി, ട്രീ എന്നുള്ളതാണ് റൈമിംഗ് വേർഡ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. യൂസിങ് ദ couplets you have created, write a poem on any topic of your choice. Couplet is a pair of lines in poetry that rhyme with each other. അതായത് 2 ലൈനിൽ വരുന്ന ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന 2 വേർഡ്സ്, ആ റൈമിംഗ് വേർഡ്സിനെയാണ് കപ്ലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ കപ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു പോയം പോലെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു റൈമിംഗ് പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇമാജിൻ എ ബി ആസ് ബിഗ് ആസ് ട്രീ. ഇമാജിൻ എ ഹെയർ ആസ് ബിഗ് ആസ് എ ചെയർ. ഇമാജിൻ എ ടോയ് ആസ് ബിഗ് ആസ് എ ബോയ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് റീഡ് ഓൺ
അക്രോസ്റ്റിക് പോയം എബൌട്ട് മദർ. മദറിനെ കുറിച്ചുള്ള ഒരു അക്രോസ്റ്റിക് പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആ പോയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബ്ലൂ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന, അതായത് ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മദർ എന്ന ഒരു വേർഡ് കിട്ടുന്നു. അപ്പോൾ ഇതുപോലെ ഉള്ള പോയംസ്, അതായത് ഓരോ ലൈൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ്, നല്ല അർത്ഥവത്തായ ഒരു വേർഡ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ള പോയത്തിനെ അക്രോസ്റ്റിക് പോയം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, an acrostic poem is one in which the initial letter of each line spells out a word or a phrase. That is acrostic poem. Okay, here mother is a precious jewel. Oh mother, your love is deeper than ocean. True love and affection in full, having a heart of gold inside. Every day your blessings save me. Repay it I can never. ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മദർ എന്ന ഒരു വേർഡ് കിട്ടുന്നു. ഹിയർ ഈസ് ആൻ ആക്ടിവിറ്റി ഫോർ യു. കാൻ യു റൈറ്റ് എ സിമിലർ പോയം എബൌട്ട് യുവർ മദർ? അറ്റംപ്റ്റ് 1. അപ്പോൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു പോയം നിങ്ങളുടെ മദറിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പോയം എഴുതിയിട്ടുണ്ട്. മൈ മോം ഈസ് എ മാജിക്കൽ വുമൺ. ഓ മൈ മദർ യു ആർ സോ സ്വീറ്റ്. ടേക്സ് മീ ടു ഗെറ്റ് ഐസ്ക്രീം. ഹെൽപ്സ് മീ ഇൻ സ്റ്റഡീസ്. എവറി ഡേ ഈസ് ദെയർ ഫോർ മീ. റെഡി ടു ഗിവ് എ ഹഗ്. അപ്പോൾ ഇതാണ് മദറിനെ കുറിച്ചുള്ള ഒരു അക്രോസ്റ്റിക് പോയം എഴുതിയിരിക്കുന്നത്. Now it's time to wind up. Thank you. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി ഇടുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ SS ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.